നമസ്കാരം. ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയപ്പോൾ അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വൈറ്റ് ബോർഡുകളിൽ എഴുതി തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ ഫ്രണ്ടിലിരുന്നു കൊണ്ട് പഠിപ്പിക്കുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ബ്ലാക്ക് ബോർഡിലോ അല്ലെങ്കിൽ വൈറ്റ് ബോർഡിലോ വിദ്യാർത്ഥികളെ എഴുതി പഠിപ്പിക്കുന്ന ആ ഒരു എഫക്റ്റ് ഒരിക്കലും ഒരു സ്ക്രീനിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഗൂഗിളിൻ്റെ തന്നെ ഒരു സർവീസായിട്ടുള്ള ജാം ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിക്കാൻ സാധിക്കും. അതായത് ഈ ജാം ബോർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വൈറ്റ് ബോർഡിൽ എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അതേപോലെ തന്നെ എഴുതി കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. ആ എഴുതുന്ന സ്ക്രീൻ ഗൂഗിൾ മീറ്റ് വഴി വിദ്യാർത്ഥികളെ കാണിക്കുവാനും സാധിക്കും. അപ്പോൾ നമുക്ക് മൊബൈലിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മൊബൈൽ ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സ്ക്രീനിൽ വിരൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ബോർഡിലോ വൈറ്റ് ബോർഡിലോ എഴുതുന്ന പോലെ തന്നെ നമുക്ക് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കും. ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് സ്റ്റൈലസ് പെൻ, അതായത് ഏതെങ്കിലും വാക്വം ടാബോ അങ്ങനെ ഏതെങ്കിലും ഒരു ടാബ് ഉപയോഗിച്ചിട്ട് ലാപ്ടോപ്പുമായി അത് കണക്ട് ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ മൗസ് ഉപയോഗിച്ചും നമുക്കതിലേക്ക് എഴുതി കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ജാം ബോർഡ് എങ്ങനെ നമ്മുടെ ഗൂഗിൾ മീറ്റുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. തുടർന്നും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ടെക്നോളജി സംബന്ധമായ മറ്റ് വീഡിയോകളും ഒക്കെയാണ് എൻ്റെ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. തുടർന്നും ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്തേക്കുക. നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ജാം ബോർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഐക്കൺ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഓപ്പൺ ചെയ്യേണ്ട, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ മീറ്റിനകത്ത് ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളൊന്നും ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് വിദ്യാർത്ഥികളെ ആഡ് ചെയ്യുന്നില്ല. ഒരു ഗ്രൂപ്പ് ചാറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഒരു പ്രസന്റ് സ്ക്രീൻ എന്നുണ്ടായിരിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് പ്രസന്റിങ് എന്ന് വരും, അത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഫോണിന്റെ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ജാം ബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തുറക്കുക. ഓക്കെ, ജാം ബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് വരിക. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ, സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുവശത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത് നമുക്ക് ഫോൺ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആയിട്ട് വരും. അത് നമുക്ക് നേരെ വെച്ചുകൊണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ സ്ക്രീനിൽ എന്തൊക്കെയാണോ ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥിക്ക് കാണാൻ സാധിക്കും. ഈ സ്ക്രീനിന്റെ കുറച്ച് ഫംഗ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴെയായിട്ട് പെൻ ഐക്കൺ ഉണ്ട്. പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വിവിധ തരത്തിലുള്ള പെൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഹൈലൈറ്റർ, ബ്രഷ്, മാർക്കർ, അങ്ങനെ ഇഷ്ടംപോലെ പെന്നുകളുണ്ട്. അതുപോലെ തന്നെ പെന്നിന്റെ കളർ ഇവിടെ സെലക്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അസിസ്റ്റീവ് ഡ്രോയിങ് ടൂൾസ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതുപോലെ ടൂളുകൾ നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പെൻ എടുത്ത ശേഷം ഇവിടെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതുപോലെ കൈ ഉപയോഗിച്ച് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പൊ മാത്സ് ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തികച്ചും ഇതൊരു ഉപകാരപ്രദമായിരിക്കും. കാരണം മാത്സ് ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് ഒരു വീഡിയോ ക്ലാസ്സിലൂടെ സ്ക്രീനിന്റെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതേ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ ഒരു ബോർഡിൽ എഴുതി കാണിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പേജ് എഴുതി ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പേജ് എടുക്കാൻ വേണ്ടി മുകൾ വശത്ത് കാണുന്ന ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തത് രണ്ടാമത്തെ പേജ് വരും. ഇവിടെ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. എന്ത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് എഴുതാൻ സാധിക്കും. കളർ നമുക്ക് മാറ്റാനുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ എറേസർ ഉണ്ട്. എറേസർ എടുത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എഴുതിയ സംഭവങ്ങൾ എറേസ് ചെയ്ത് കളയാൻ പറ്റും. ആ ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അടുത്തൊരു ഓപ്ഷനാണ് ഈ ഹൈലൈറ്റർ. അതായത് നമ്മളിപ്പോ എഴുതിയ സംഭവങ്ങൾ അതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി, അതായത് ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും കണക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ
റൗണ്ട് ചെയ്ത് കാണിക്കാനോ മാർക്ക് ചെയ്ത് കാണിക്കാനും അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനോ ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പെൻ ഉപയോഗിച്ച് ഇവിടെ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ വര അവിടെ തന്നെ കിടക്കും. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് സ്ക്രീൻ മൊത്തത്തിൽ കുറെ വരയും കുറയുമായി ആകെ വൃത്തികേടാവും. അത്തരം സാഹചര്യം നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വരച്ചു കഴിഞ്ഞ ശേഷം അത് മാഞ്ഞ് പോകുന്നതായിരിക്കും. അത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള കണ്ടന്റുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാം. ഫോട്ടോകൾ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം. അതുപോലെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുത്ത് ചിത്രങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇമേജ് ലൈബ്രറി, അതിനകത്ത് നമുക്ക് ഇമേജുകൾ ഈ ഒരു സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് തിരിച്ച് ഗൂഗിൾ മീറ്റിലേക്ക് പോകണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് തന്നെ തിരികെ പോകാൻ വേണ്ടിയിട്ട് ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം റിസൾട്ട് ആപ്സിൽ നിന്നും ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്തെടുക്കുക. അവിടെ സ്റ്റോപ്പ് പ്രസന്റിങ് എന്നുണ്ടായിരിക്കും. ആ സ്റ്റോപ്പ് പ്രസന്റിങ് എന്നത് കൊടുക്കുക. ഓക്കെ, ആ ഒരു പ്രസന്റേഷൻ അവിടെ എൻഡായി. അതിനുശേഷം വീണ്ടും നമ്മുടെ തന്നെ ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്ത് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മീറ്റിനകത്ത് ജാംബോർഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് മൊബൈൽ ഫോണിന് പകരം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിനകത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിനകത്ത് meet.google.com എന്ന് അടിച്ചിട്ട് ആദ്യം ഗൂഗിൾ മീറ്റിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ന്യൂ ടാബ്, അവിടെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ആ ടാബിൻ്റെ അകത്ത് jamboard.google.com എന്നടിക്കുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ജാംബോർഡിന്റെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇത് നമുക്ക് തിരികെ മറ്റേ ഗൂഗിൾ മീറ്റിന്റെ തന്നെ ടാബിലേക്ക് വരാം. അവിടെ നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ മീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഗൂഗിൾ മീറ്റിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അവിടെ ഒരു മീറ്റിംഗിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇനി ഈ ഒരു മീറ്റിംഗിനകത്തേക്ക് നമുക്ക് എങ്ങനെ ജാംബോർഡ് കൊണ്ടുവരാൻ നോക്കാം. ഇവിടെ താഴെ പ്രസന്റ് നൗ എന്നുണ്ടായിരിക്കും. ആ പ്രസന്റ് നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എ ക്രോം ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അവിടെ ഗൂഗിൾ ജാംബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടാബ് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഷെയർ ഓഡിയോ എന്നുള്ളതിൽ ടിക്ക് മാർക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ ഗൂഗിൾ ജാംബോർഡ് സെലക്ട് ചെയ്ത ശേഷം ഷെയർ എന്നത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ജാംബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പ്ലസ് കൊടുക്കുക. പ്ലസ്സിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗൂഗിൾ മീറ്റുമായിട്ട് ഒരു പേജ് ഷെയർ ചെയ്യുകയാണെന്നുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഷെയർ ദിസ് ടാബ് ഓൺ ഗൂഗിൾ മീറ്റ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ജാംബോർഡിനകത്ത് മൊബൈലിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. പെൻ ഉണ്ട്. പെന്നിനകത്ത് തന്നെ നമുക്കിവിടെ ഒരുപാട് തരത്തിലുള്ള പെൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇറേസർ, ഇവിടെ പെന്നിനകത്ത് പെന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കർ അവൈലബിൾ ആണ്, ഹൈലൈറ്റർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബ്രഷ് അവൈലബിൾ ആണ്. അതൊക്കെ വിവിധ യൂസിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇറേസർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കി നോട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജുകൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ലേസർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാനിവിടെ പെൻ സെലക്ട് ചെയ്തിട്ട് ഒരു കളർ ചൂസ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഈ സ്ക്രീനിൽ എഴുതാൻ സാധിക്കും. മൗസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ മൗസ് ഉപയോഗിച്ച് അത്ര എഴുതി പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തില്ല. മൗസ് ഉപയോഗിച്ച് നമുക്ക് വൃത്തിയായിട്ട് എഴുതാൻ ഒരുവിധം സാധിക്കുന്നതായിരിക്കും. അതുപോലെ മൗസ് ഉപയോഗിച്ച് നമുക്ക് എഴുതുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു സ്റ്റൈലസ് പെൻ വാങ്ങാവുന്നതാണ്. അതായത് വാക്വം ടാബ് എന്ന് പറയുന്ന ഒരു ടാബ് അവൈലബിൾ ആണ്. ആ ഒരു വാക്വം ടാബ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ടാബ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ USB കേബിൾ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഴുതാൻ പറ്റും. സാധാരണഗതിയിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന എല്ലാവരും അത്തരം ഒരു ടാബ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വാക്വം ടാബ് എന്ന് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം ടാബുകൾ അവൈലബിൾ ആണ്. അതൊരു റൈറ്റിംഗ് പാഡാണ്. ആ ഒരു പാഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്തേക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇറേസർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കി നോട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും നോട്ട്സുകൾ ഇതിവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ശേഷം കളറൊക്കെ ചൂസ് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കാം. ആ നോട്ടുകൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ബോർഡിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വയ്ക്കാനൊക്കെ സാധിക്കും. എത്ര എണ്ണം വേണമെങ്കിൽ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ലേസർ ഓപ്ഷൻ ഉണ്ട്. ലേസർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ആ വര പിന്നീട് മാഞ്ഞു പോകും, അതുപോലെ ഇങ്ങനെ കിടക്കത്തില്ല. അത് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇമേജുകൾ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ഗൂഗിൾ ഡ്രൈവിൽ നിന്നൊക്കെ ഇമേജുകൾ ആഡ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇവിടെ സൂം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ സൂം ചെയ്യാം. അതായത് ഈ ബോർഡ് കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് സൂം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബ്ലൂ ആക്കാം, അതുപോലെ തന്നെ ബ്ലാക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ള കളറുകൾ നമുക്കിവിടെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഫ്രെയിമും മറ്റു കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ജാംബോർഡ് നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ നമുക്ക് ഷെയറിലേക്ക് വന്ന ശേഷം നമുക്കിവിടെ വേറെ ആൾക്കാരെ ആഡ് ചെയ്ത് കൊടുക്കാം. അവരുടെ ഇമെയിൽ ID ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഈ ഒരു സ്ക്രീൻ ഈ ഒരു ജാംബോർഡ് ഷെയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ ഒരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്താലും നമുക്ക് അവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതിപ്പോൾ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇത്രയുമാണ് ഇപ്പോൾ ഈ ഒരു ജാംബോർഡിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അതിനുശേഷം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കാണുന്ന സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജാംബോർഡ് അവിടെ ഗൂഗിൾ മീറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. നമുക്ക് നോർമൽ ക്ലാസ്സിലേക്ക് ഇവിടെ വരാം. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഓറഞ്ച് കളർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊബൈലിലും കമ്പ്യൂട്ടറിലും ജാംബോർഡ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു നോർമൽ വൈറ്റ് ബോർഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ലാപ്ടോപ്പിനകത്ത് ഇപ്പോൾ പിൻ അവൈലബിൾ ഇല്ലാത്ത ആൾക്കാർക്ക് മൊബൈൽ ഫോണിനകത്ത് ആ ഒരു കൈ വെച്ച് എഴുതാവുന്നതാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടാബിൻ്റെ ഒക്കെ സ്ക്രീനിൽ ഇപ്പോൾ ടാബൊക്കെ യൂസ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ച് വലിയ സ്ക്രീൻ ആയിരിക്കും. നല്ലതുപോലെ തന്നെ എഴുതി ക്ലാസ്സുകൾ എടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ വേണ്ടി എൻ്റെ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.